നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ട ഭൂമിയായ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു വിഷയം മുൻനിരയിൽ ചർച്ചയാവുകയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന വോട്ട് അട്ടിമറിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ബീഹാർ ജനതയുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നത്. ഈ ഗുരുതരമായ ആരോപണങ്ങളെ ഒരു പാഠമായി ഉൾക്കൊണ്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ബീഹാർ പോരാട്ടത്തെ അഭിമുഖീകരിക്കുന്നത് പോലും. അതവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിയാനയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന വോട്ട് തട്ടിപ്പിന്റെ വ്യാപ്തി ഞെട്ടിക്കുന്നതായിരുന്നു. ഹരിയാനയിലെ ആകെയുള്ള വോട്ടർമാരിൽ 25 ലക്ഷത്തിലേറെയും വ്യാജ വോട്ടർമാരാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. H-ഫയൽസ് എന്ന പേരിൽ പുറത്തുവിട്ട തെളിവുകൾ ഒരേ ചിത്രം ഉപയോഗിച്ച് വ്യത്യസ്ത പേരുകളിൽ 22 തവണ വരെ വോട്ട് രേഖപ്പെടുത്തിയ ബ്രസീലിയൻ മോഡലിന്റെ ഉദാഹരണങ്ങൾ സഹിതം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു. ഈ അട്ടിമറിയാണ് കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രവചിച്ചിരുന്ന ഹരിയാനയിൽ BJPക്ക് ഭരണ തുടർച്ച നൽകിയത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അത് തന്നെയാണ് സത്യവും. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ പോലും പരസ്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇരട്ടിപ്പുകൾ നീക്കം ചെയ്യാൻ അധികാരമുണ്ടായിരുന്നിട്ടും കമ്മീഷൻ അത് ചെയ്യാത്തത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന വിമർശനം കടുപ്പമേറിയതായിരുന്നു. ഈ ഹരിയാനൻ അനുഭവം തന്നെയാണ് ബീഹാറിൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും പുതിയ ഊർജം നൽകിയിട്ടുള്ളത്. ഹരിയാനയിൽ സംഭവിച്ചത് ബീഹാറിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി ശക്തമായിട്ട് സഖ്യത്തിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ബീഹാറിൽ വോട്ടധികാർ യാത്ര നടത്തുകയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കാരണം വോട്ട് നഷ്ടപ്പെട്ട ബീഹാറിലെ പൗരന്മാരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് വ്യാപകമായി വോട്ടുകൾ നീക്കം ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തതിനെതിരെ പ്രതിപക്ഷം നേരത്തെ തന്നെ ശബ്ദമുയർത്തിയിരുന്നു. ഹരിയാനയിലെ ആരോപണങ്ങൾ വന്നതോടെ ഈ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് ദേശീയ തലത്തിൽ പുതിയ മാനം കൈവന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തെ മുൻനിർത്തി നമ്മുടെ വോട്ട് മോഷ്ടിക്കപ്പെടുമെന്നൊരു ആശങ്ക ജനമനസ്സുകളിൽ വളർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും എന്നാണ് അവരുടെ ആത്മവിശ്വാസം. ജനാധിപത്യപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ സാധാരണ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം വോട്ട് സുരക്ഷ എന്ന പുതിയൊരു മുദ്രാവാക്യം കൂടി ബീഹാറിൽ ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കും. ഇത് BJP വിരുദ്ധ വികാരം ശക്തിപ്പെടുത്താൻ സഹായിക്കും. മറുവശത്ത് BJP ഈ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയാണ്. പക്ഷെ കാര്യമൊന്നുമില്ലെന്ന് മാത്രം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവുമാണെന്നാണ് BJP നേതൃത്വത്തിന്റെ നിലപാട്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് കാര്യമായ സ്വാധീനമില്ലാത്തതിനാലാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നതെന്നും BJP വിമർശിച്ചിട്ടുണ്ട്. വികസനം, മോദി ഗ്യാരണ്ടി തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വോട്ട് മോഷണ ആരോപണങ്ങളുടെ സ്വാധീനം കുറയ്ക്കാനാകും NDAയുടെ ഇനിയുള്ള ശ്രമം. എങ്കിലും ഹരിയാനയിലെ വോട്ട് തട്ടിപ്പ് ആരോപണങ്ങൾ, അതായത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഗെയിം ചേഞ്ചർ വിഷയം തന്നെയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ഒരു വശത്ത് തങ്ങളുടെ വോട്ട് സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാക്കാൻ ജനങ്ങൾ ഭരണമാറ്റത്തിനായി ചിന്തിച്ചേക്കാം. മറുവശത്ത് പ്രാദേശിക വിഷയങ്ങളും സഖ്യ സമവാക്യങ്ങളും ഈ ദേശീയ ആരോപണങ്ങളെ എത്രത്തോളം മറികടക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജനാധിപത്യത്തിന്റെ സുതാര്യത എന്ന നിർണായക വിഷയം ബീഹാർ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഹരിയാനയിലെ വോട്ട് മോഷണ ആരോപണങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ഈ വെല്ലുവിളികളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ NDA സഖ്യം ഇതിനോടകം തന്നെ മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുക എന്നതാണ് BJPയുടെ അടിസ്ഥാനപരമായ തന്ത്രം. അതവർ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതവും തെളിവുകൾ ഇല്ലാത്തതുമാണ് എന്നാണ് BJP നേതാക്കൾ ശക്തമായിട്ട് വാദിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന
വസ്തുതയെ അവർ പ്രചാരണ വേളയിൽ ആവർത്തിച്ച് ഉയർത്തി കാണിക്കും. എങ്ങനെയെങ്കിലും ബീഹാർ കൂടി കൈയടക്കണം. ഹരിയാനയിൽ ഉണ്ടാക്കിയതുപോലെ അല്ലെങ്കിൽ ഹരിയാന കീഴ്പ്പെടുത്തിയതുപോലെ തന്നെ ബീഹാറിലും കള്ളവോട്ടുകൾ നടക്കുമെന്നത് ഇന്ന് സത്യമായിരിക്കാം. എങ്കിലും ഇങ്ങനെ ഒരു വലിയ സത്യം ജനങ്ങളുടെ മുന്നിലേക്കിട്ട് രാഹുൽ ഗാന്ധി ജനങ്ങളോട് ചിന്തിക്കാനാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ വോട്ടുകൾ മോഷ്ടിച്ച് അധികാരത്തിൽ എത്തുന്നവരല്ല ഈ നാട് ഭരിക്കേണ്ടത് എന്ന വലിയ രാഷ്ട്രീയ പ്രസ്താവന കൂടിയാണ് ഇതിലൂടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ബീഹാർ ജനത തന്നെയാണ്. അവരെന്താണ് ചെയ്യുക എന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവും.